സങ്കീർത്തനം വായിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാം, നമുക്കും ഐശ്വര്യവും സമ്പത്തിനാലും നിറയാം. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല, ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും, എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുമല്ലോ, എന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുമല്ലോ. കവിഞ്ഞൊഴുകും അനുഗ്രഹമെന്റെ ഭവനത്തിലുണ്ടല്ലോ, കവിഞ്ഞൊഴുകും അനുഗ്രഹമെന്റെ ഭവനത്തിലുണ്ടല്ലോ. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. ഇന്ന് ചില സാക്ഷ്യവുമായി ദൈവം ചെയ്ത ചില അത്ഭുതങ്ങളുമായി നിങ്ങളുടെ മുൻപിൽ വരാൻ കർത്താവിനെ സഹായിച്ചോർത്ത് നന്ദി പറയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചേർത്തലയിൽ നിന്നും പുഷ്പ എന്നു പേരുള്ള ഒരു സിസ്റ്റർ തനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞ ആ ദൈവിക അത്ഭുതത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. സിസ്റ്റർ പറയുന്നത് തൻ്റെ താടിയിൽ നിന്നൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ സർജറി ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് ക്യാൻസർ ആണെന്നാണ്. 3 ഹോസ്പിറ്റലിൽ പോയി. 3 പേരും പറഞ്ഞു, 3 ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു RCCയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നാൽ വളരെ ഭയത്തോടും വേദനയോടും എറണാകുളം മിറക്കിൾ സൺഡേയിൽ വന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറയട്ടെ, സിസ്റ്ററിന് മേൽ വലിയൊരു സൗഖ്യമുണ്ടായി. സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നെ RCCയിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു കുഴപ്പവുമില്ലെന്നാണ് കേൾക്കാനിടയായത്. ദൈവം ചെയ്ത ആ അത്ഭുതത്തെ നമുക്കൊന്ന് കാണാം. 3 ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചു, 3 റിസൾട്ട് ക്യാൻസർ എന്നായിരുന്നു. അവർ RCCയിലേക്ക് രജിസ്റ്റർ ചെയ്തു. 2 ആൺകുട്ടികളാണ് എനിക്കുള്ളത്. ഭയങ്കര കരച്ചിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശോ ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കും മക്കളെ എന്ന് പറഞ്ഞു. ഗ്രോത്ത് മാറിപ്പോട്ടെ. ക്യാൻസറിന്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ഒരു കുഴപ്പവുമില്ല എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്.
അന്നേരം ഈ സിസ്റ്ററിന്റെ പേര് പുഷ്പ എന്നാണ്. പുഷ്പ എന്നാണ്. സിസ്റ്റർ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ചേർത്തലയിൽ നിന്നാണ് ഈ വരുന്നത്. സിസ്റ്ററിനെയും ക്യാൻസറിൽ നിന്ന് ദൈവം പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇന്ന് 2 ക്യാൻസർ രോഗികൾ സൗഖ്യമായ സാക്ഷിയായി അല്ലേ? ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. സിസ്റ്ററിന്റെ താടിയെല്ലിന് താഴെ 3 പേര്. ഒരാള് 7 കൊല്ലം മഴയായിട്ട് കാണുന്നയാള്, അത് കഴിഞ്ഞപ്പോ വേറൊരാള് തൊണ്ടയിൽ പ്രശ്നമെന്ന് പറഞ്ഞയാള്. ഓക്കെ, പറഞ്ഞാട്ടെ. സിസ്റ്ററിന്റെ താടിയെല്ലിന് താഴെ കഴുത്തില് ഒരു മുഴയുണ്ടായിരുന്നു. ഓക്കെ, ചേർത്തല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു, സർജറി ചെയ്തു. സർജറി ചെയ്ത പാട് അവിടെ ഉണ്ട്. ഇവിടെ കാണാം. ഇതാണ് പാട്. ഓക്കെ, സർജറി ചെയ്ത് അത് ബയോപ്സിക്ക് അയച്ചു. ഓക്കെ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പറഞ്ഞു അത് ക്യാൻസറിന്റെ ലക്ഷണമാണ്, നിങ്ങൾ RCCയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അവർക്ക് RCCയിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അവിടെയും അവർ പറഞ്ഞു ഇത് ഇവിടെ പറ്റില്ല, RCCയിലേക്ക് പോകണം, ക്യാൻസറിന്റെ ലക്ഷണമാണ്. അവർ വീണ്ടും എറണാകുളം ഹോസ്പിറ്റലിൽ വന്നു, അവിടെയും അത് തന്നെ പറഞ്ഞു. അവസാനം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി, കോട്ടയം മെഡിക്കൽ കോളേജ്, എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഓക്കെ. അവസാനം മറ്റു ഗതിയില്ലാതെ അവർ RCCയിലേക്ക് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം കഴിഞ്ഞതിന് മുന്നത്തെ മാസം നമ്മുടെ സൺഡേ മീറ്റിംഗിന് ഇവിടെ വന്നു. ബ്രദർ പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു പേടിക്കേണ്ട, ഒരു കുഴപ്പവുമില്ല എന്ന്. അതിനുശേഷം അവർ RCCയിൽ ടെസ്റ്റിന് പോയി, എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ക്യാൻസറിന്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ഒരു കുഴപ്പവുമില്ല എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കാം, നമുക്ക് ഒന്ന് ചേർന്ന് കൈയടിക്കാം. യേശു ചെയ്യുന്നു. വണ്ടർഫുൾ ജീസസ്. ഒന്ന് കൈയടിച്ച് ഒരു ആമീൻ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. യേശു ചെയ്തു, യേശു പ്രവർത്തിച്ചു, യേശുവിൻ കരം ചലിച്ചു. യേശു ചെയ്തു, യേശു പ്രവർത്തിച്ചു, യേശുവിൻ കരം ചലിച്ചു. കാണാം അത്ഭുതം, കേൾക്കാം അത്ഭുതം, കാണാം അത്ഭുതം, കേൾക്കാം അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 ഹോസ്പിറ്റലിൽ പരിശോധിച്ചു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മിറക്കിൾ സൺഡേ എന്ന് പറയുന്നത് അന്നത്തെ ദിവസം വന്ന് ആഗ്രഹിച്ചു വന്നവരെല്ലാം സൗഖ്യമായിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന, കഴിഞ്ഞ മാസത്തെ റിസൾട്ടാ കേൾക്കുന്ന. യേശു ചെയ്തതിന് നമുക്ക് നന്ദി പറയാം. ഇവിടെ കഴുത്തിലോട്ട് ഒരാൾ കൈവച്ചേ, ആ ഗ്രോത്ത് മാറിപ്പോട്ടെ. ഒരു വലിയ കാര്യമല്ലേ? 3 ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചു, 3 റിസൾട്ട് ക്യാൻസർ എന്നായിരുന്നു. അതിനുശേഷമാണ് പ്രാർത്ഥിക്കാൻ വന്നത്. പ്രാർത്ഥിച്ചിട്ട് RCC പോയി. RCC പോയപ്പോ ആ റിസൾട്ട് 3 ഹോസ്പിറ്റലിൽ റിസൾട്ട് മാറി മറിഞ്ഞു. അവിടെ റിസൾട്ട് നോർമലാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ചു ഒരു ആമീൻ പറയാം. പൈസ കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതാണ്. എന്റെ നാത്തൂന ഇവിടെ എന്നെ കൊണ്ടുവന്നത്, പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞ അങ്ങനെ വന്നു. റിസൾട്ട് വന്നപ്പോ എന്റെ മക്കള് ഭയങ്കര കരച്ചിലായിരുന്നു. 2 ആൺകുട്ടികളാണ് എനിക്കുള്ളത്. ഭയങ്കര കരച്ചില. അപ്പൊ ഞാൻ പറഞ്ഞു ഈശോ ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കും മക്കളെ എന്ന് പറഞ്ഞു. ഇതൊക്കെ കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നതാണ്. ഒരു അങ്ങനെ പറ്റത്തുള്ളൂ ചിന്തിക്കാൻ. സാധാരണ മനുഷ്യന്, വിശ്വാസി അല്ലാത്ത ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ചിലർക്കെങ്കിലും അത് പ്രയോജനമാകട്ടെ, കേൾക്കട്ടെ, ആളുകൾ ധൈര്യപ്പെടട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശു ചെയ്തതിന് നമുക്ക് നന്ദി പറയാം. താങ്ക് യു. ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ സിസ്റ്ററിനുണ്ടായ സൗഖ്യം എത്ര വലുതാണ്. ഭയത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് വിടുവിച്ചത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും രോഗത്താൽ ഭയത്തോടായിരിക്കുന്നുവോ? മരണമാണോ മുൻപിൽ കാണാനുള്ളത്? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ നിരാശയുടെ വാക്കുകൾ, നിരാശയുടെ അനുഭവങ്ങൾ മാറിപ്പോയിട്ട് അതിന് പകരം കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാട്ടെ, ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞാട്ടെ. അപ്പോൾ അതിനെ കാണുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കുന്ന കർത്താവെ. അപ്പോൾ അവർ നിരാശയിലേക്ക് കൊണ്ടുപോയ എല്ലാ രോഗത്തിൻ്റെ പ്രവൃത്തികളും പിശാചിൻ്റെ തന്ത്രങ്ങളും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം അപ്പാ. അതിന് പകരം കർത്താവെ അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ അപ്പാ, മടങ്ങി വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. എന്നാൽ അടുത്തത് പറയുന്നത് ജയ ജോയ് എന്ന പേരുള്ള സിസ്റ്ററാണ്. ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ സഹോദരൻ്റെ മകൻ മുകളിൽ നിന്ന് വീണിട്ട്
തനിക്ക് നല്ല രീതിയിൽ ക്ഷതമുണ്ടായി, കരൾ മുറിയാനിടയായി, ദൈനംദിനം പ്രവർത്തിക്കുക, ഒത്തിരി പ്രയാസം തൻ്റെ ശരീരത്തിലുണ്ടായി. ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച നിലയിലായിരുന്നു. എന്നാൽ ഈ ഒരു വിശ്വാസത്തോടെ മിറക്കിൾസ് ആർ നോർമലിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതകരം ആ ബ്രദറിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. സിസ്റ്ററുടെ സഹോദരൻ്റെ മകനുണ്ടായ ഒരു അത്ഭുത സാക്ഷ്യമാണ് പറയുന്നത്. ഈ സിസ്റ്ററുടെ പേര് ജയ ജോയ്, കോട്ടയത്തിൽ നിന്ന് വരുന്നു. ഈ സിസ്റ്ററുടെ സഹോദരൻ്റെ മകന് 22 വയസ്സായിരുന്നു. 2 മാസം മുമ്പ് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു, കരള് മുറിഞ്ഞു. ഒരു ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്യില്ല, ഡോക്ടർമാർ മരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ മിറക്കിൾസ് ആൻഡ് നോർമലിൽ ജോൺ ബ്രദർ പ്രാർത്ഥിച്ചു, അത് പൂർണ്ണമായിട്ട് സൗഖ്യമായി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പൂർണ്ണ സൗഖ്യം കിട്ടിയെന്നാണ്. എത്രത്തോളം ഉയർത്തി വീണേ? മുകളിൽ നിന്ന് വീണ 2ാം നിലയുടെ മുകളിൽ നിന്നാണ് വീണത്. വീണപ്പോൾ കരളില് മുറിവുണ്ടായി. മുറിവുണ്ടായിരുന്നു. ദഹനത്തിന് പ്രവർത്തനം ഇല്ലായിരുന്നു. എന്തെങ്കിലും കുത്തി കയറിയതാണോ? താഴോട്ട് വീണ് നെഞ്ചിടിച്ചാണ് വീണത്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു രക്ഷയില്ല, ഡോക്ടർ ഉപേക്ഷിച്ചതാണ്. ഞാൻ ജോൺ ബ്രദറിന്റെ ലൈവിൽ പ്രാർത്ഥിച്ചു, അതിൽ പൂർണ്ണമായിട്ട് സൗഖ്യമായി. വീട്ടിൽ വന്നു. ആ ബ്രദറിൻ്റെ ലൈഫിൽ താൻ നഷ്ടമായി പോയി, ആർക്കുമൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്തു എന്നാണ് കർത്താവ് തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതേപോലെ ആക്സിഡൻറ്റ് പറ്റി മുകളിലത്തെ നിലയിൽ നിന്ന് വീണു, കഴുത്തിന് താഴോട്ട് തളർന്നു പോയി, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്നറിയത്തില്ല. നമുക്കൊരു നിമിഷം അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിചയത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം അവരെ ഒന്ന് ഓർത്താട്ടെ. അവരുടെ ദേഹത്ത് കൈവെക്കാൻ പറ്റുമെങ്കിൽ അവരുടെ ദേഹത്തൊന്ന് കൈവച്ചാട്ടെ. അപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര കർത്താവേ അനുഗ്രഹമാണപ്പാ, ഇബ്രാഹിമിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന പോലെ. അപ്പോൾ ആരൊക്കെ അവനിൽ വിശ്വസിക്കുന്നോ അവർക്കെല്ലാം ഇത് അനുഭവിക്കാനായി കഴിയും, ഈ അത്ഭുതം അനുഭവിക്കാനായി കഴിയും, ഇതിലേക്ക് വരുവാനായി കഴിയും, ജീവിതത്തിലേക്ക് വരുവാനായി കഴിയും, ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കുവാനായി കഴിയും. കർത്താവെ, അപ്പോൾ ആക്സിഡൻറ്റ് പറ്റി ചലിക്കാൻ കഴിയാത്ത ശരീരവുമായി ആയിരിക്കുന്നവർ, കൈ ചലിക്കുന്നില്ല, കാല് ചലിക്കുന്നില്ല, അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി, യേശുവിൻ്റെ നാമത്തിലൊരു മടങ്ങിവരവുണ്ടാകട്ടെ അപ്പാ. പിശാച് തളർത്തിയെടുത്തു വന്നു ജീവിതത്തിലേക്ക് വരട്ടെ അപ്പാ, ജീവിതത്തിലേക്ക് വരട്ടെ അപ്പാ. അപ്പോൾ അവിടുന്ന് ചെയ്യുന്നോർത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അടുത്തത് വിഴിഞ്ഞത്ത് നിന്നും ഇന്ദിരയാണ് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ ശരീരത്തിൽ സോറിയാസിസ് ആണ്, ദേഹം മുഴുവൻ സോറിയാസിസ് ആയതിനെ തുടർന്ന് തനിക്ക് ആഹാരം പോലും തൻ്റെ കൈകൾ കൊണ്ട് കഴിക്കാൻ കഴിയത്തില്ലായിരുന്നു, സ്പൂണ് കൊണ്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവിൻ്റെ ശക്തി സിസ്റ്ററിനെ സൗഖ്യമാക്കാനിടയായി. ആ പാടുപോലും തൻ്റെ ശരീരത്തിൽ ഇല്ലാത്ത വിധത്തിൽ, കഴിഞ്ഞ ദുഃഖത്തെ മറക്കുന്ന വിധത്തിൽ, കഴിഞ്ഞ നാളുകളിൽ തന്നെ ടോർച്ചർ ചെയ്ത പിശാചിൻ്റെ പിടിയിൽ നിന്ന് ദൈവം പൂർണ്ണമായി വിടുവിക്കുവാനിടയായി. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ബ്രദറെ, 44 വർഷമായി തന്നെ അലട്ടിയിരുന്ന രോഗത്തിൽ നിന്ന് കർത്താവ് നൽകിയ വിടുതലിനെ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഇരിക്കുന്നത്. ഈ സിസ്റ്ററിന്റെ പേര് ഇന്ദിര എന്നാണ്. വിഴിഞ്ഞം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. 44 വർഷമായി സോറിയാസിസ് കാരണം കൈകളിലും കാലുകളിലും ശരീരം മുഴുവൻ വ്രണമായിരുന്നു. പല ട്രീറ്റ്മെന്റുകൾ ചെയ്തു. 44 കൊല്ലമായിട്ട് സോറിയാസിസ് ഉണ്ടായിരുന്നു. കുറച്ച് വലിയ കാര്യമാണ് പറഞ്ഞത്. അലോപ്പതി, ആയുർവേദം തുടങ്ങിയ ചികിത്സകൾ ചെയ്തു. അമ്മ പറയുന്നത് പല നേർച്ചകൾ ചെയ്തു, ധാരാളം വഴിപാടുകൾ ചെയ്തു. സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നല്ലാതെ രോഗസൗഖ്യം ലഭിച്ചില്ല. എന്നാൽ ഒരു ദിവസം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചർച്ചിനെ കുറിച്ച് അറിയുവാൻ ഇടയായത്. അങ്ങനെ കാര്യവട്ടം ചർച്ചിലേക്ക് കടന്നു വന്നു. അന്ന് ബ്രദർ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ വിടുതൽ ആരംഭിച്ചു. അമ്മ പറയുന്നത് അതുവരെയും സ്വന്തം കൈകൊണ്ട് തനിക്ക് ആഹാരം കഴിക്കുവാൻ കഴിയുമായിരുന്നില്ല, സ്പൂണ് കൊണ്ടാണ് കോരി കഴിച്ചിരുന്നത്. ബസ്സിൽ കയറുമ്പോൾ ഒരു കർച്ചീഫോ തുണിയോ കരുതി പിടിച്ചു വേണം കയറാൻ. കൈകളെല്ലാം വ്രണം കാരണം വീണ്ടും കീറിയിരുന്നു. എന്നാൽ ഇപ്പോൾ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് 44 വർഷമായ തന്റെ വ്രണത്തിൽ നിന്നും സൗഖ്യം നൽകിയെന്ന് മാത്രമല്ല, പാടുകൾ പോലും ശേഷിപ്പിക്കാതെ ഒരു അത്ഭുത സൗഖ്യത്തിലേക്ക് മടങ്ങി വന്നു എന്നാണ്.
ഒന്ന് ചേർന്ന് കൈയടിക്കാവോ? ഒരു നല്ല ആമേൻ പറയാവോ? ഒരാൾ ആഹാരം കഴിക്കുന്ന സ്പൂണിലാണെങ്കിൽ തനിക്ക് തൻ്റെ കൈ കൊണ്ട് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ചിന്തിച്ച് നോക്കി. സോറിയാസിസ് ഒരു പന്ന അസുഖമാണ്, കാണാൻ തന്നെ പ്രയാസമോ. അദ്ദേഹം എല്ലാം അഴുകിയിരിക്കുന്ന, എവിടെയും പോകാൻ തോന്നത്തില്ല. 44 കൊല്ലമായിട്ട് ആശുപത്രിയിലൊക്കെ മാത്രമേ പോകൂ. സാരി മൂടിക്കൊണ്ടാണ് പോണത്. അത്ര സങ്കടമല്ല അമ്മ. അമ്മ കരയിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതിന്റെ വിഷമം എത്രത്തോളം വലുതാണ്. ആലോചിച്ച് നോക്കിയ, സാരി മൂടിക്കൊണ്ട് ഒരാള് സ്കിന്നിലെ പ്രശ്നം കാരണം പോകുന്നു എന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ആഹാരം കഴിക്കാൻ, കൈ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നെ വിഷമമായിരിക്കും എന്നറിയാം. വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രശ്നം. വീട്ടുകാർക്ക് ഒരുപക്ഷെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കൊക്കെ ഓക്കെ ആയിരിക്കാം. പക്ഷേ നാട്ടിലുള്ള ആളുകളെല്ലാം ഇങ്ങനെ വിഷമത്തോടെ നോക്കും. അത് കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ഇത് യേശുവിനാൽ മാത്രം കഴിയുന്ന കാര്യമാണ്. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി. ബ്രദറെ, ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. സിസ്റ്ററിനെ ബസ്സിൽ യാത്ര ചെയ്താൽ ഛർദ്ദിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ ബാംഗ്ലൂരിൽ ടൂർ പോകുന്നതിന് ആഗ്രഹിച്ചു. നമ്മുടെ യൂട്യൂബ് പ്രോഗ്രാമിൽ സിസ്റ്റർ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു ഛർദ്ദിക്കാതെ മടങ്ങി വരണമെന്ന്. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് ബസ്സിൽ പലരും ഛർദ്ദിച്ചു, പക്ഷെ സിസ്റ്റർ ഒരു തവണ പോലും ഛർദ്ദിച്ചില്ല. നല്ല ആരോഗ്യത്തോടെ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം മടങ്ങി വന്നു. അടിപൊളി. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. അതുപോലെ തന്നെ സിസ്റ്ററിന്റെ കൊച്ചുമകന് ശരീരത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. എന്നാൽ കാട്ടാക്കട നാട്ടിലെ ഉണർവിൽ വന്ന് പ്രാർത്ഥിച്ചു. ബയോപ്സി റിസൾട്ട് എല്ലാം നോർമലാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തി. കുറുപ്പുംപടിയിൽ നിന്നും തങ്കമ്മ എന്നു പേരുള്ള സിസ്റ്ററാണ് ഈ സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുന്നത്. സിസ്റ്റർ പറയുന്നത് തൻ്റെ മകൾക്ക് കാലുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി MRI സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ക്യാൻസർ ആണെന്നാണ് മനസ്സിലായത്. എന്നാൽ അവർ വിശ്വാസത്തോടെ ചർച്ചിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാനിടയായി. അത്ഭുതമായി കർത്താവ് ഈ കുടുംബത്തെ വിടുവിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ രണ്ടാമത്തെ സാക്ഷ്യമാണ് ക്യാൻസറിൽ നിന്നും കർത്താവ് വിടുവിച്ചത് കേൾക്കുന്നത്. ഓരോ സാക്ഷ്യവും നമ്മൾ കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ ആ അത്ഭുതത്തെ കൈനീട്ടി പിടിച്ചാട്ടെ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് തങ്കമ്മ, കുറുപ്പുംപടിയിൽ നിന്നാണ് വരുന്നത്. അമ്മ വരുന്നത് കുറുപ്പുംപടിയിൽ നിന്നാണ്. ഈ സിസ്റ്ററിന്റെ മരുമകൾ സംഗീതയുടെ സാക്ഷ്യം പറയാനായിട്ടാണ് ആയിരിക്കുന്നത്. മരുമകൾ ക്യാൻസറിൽ നിന്ന് വിടുവിക്കപ്പെട്ട സാക്ഷ്യമായിട്ടാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക്. ഈ സിസ്റ്ററിന്റെ മരുമകൾ സംഗീത 2 വർഷമായിട്ട് കാൽവേദനയായിരുന്നു. 3 ഹോസ്പിറ്റലുകളിൽ മാറി പോയി, എന്നിലും കാൽവേദന മാറിയില്ല. അവർ പറഞ്ഞത് നട്ടെല്ല് ജാം ആയത് മൂലമാണ് കാൽവേദന എന്ന് പറഞ്ഞ് നട്ടെല്ലിന് ഒരു ഓപ്പറേഷൻ കൂടി ചെയ്തു, എന്നിട്ടും കാൽവേദന മാറിയില്ല. MRI സ്കാൻ എടുത്തപ്പോഴാണ് നട്ടെല്ലിന് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞത്. ഈ അമ്മ നമ്മുടെ പെരുമ്പാവൂർ ചർച്ചിൽ എല്ലാ ആഴ്ചയും വന്ന് പ്രാർത്ഥിക്കുന്ന മകളാണ്. സിസ്റ്റർ എല്ലാ ആഴ്ചയും വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് നട്ടെല്ലിലുള്ള ക്യാൻസർ പൂർണ്ണമായും മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇത് പെരുമ്പാവൂർ ചർച്ചിൽ നടന്ന കാര്യമാണ്. വണ്ടർഫുൾ. അതുപോലെ തന്നെ ഇപ്പോ വീണ്ടും പരിശോധിച്ചു അമ്മേ? പരിശോധിച്ചു. വീണ്ടും പരിശോധിച്ചു. 3-ാം മാസമാണ് പരിശോധന വന്നത്. ലെൻസ് പരിശോധിച്ച് പറഞ്ഞ ഒരു കറുപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഒന്നോടെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ചർച്ചയിൽ ഒന്നും ബ്രദറോട് പറഞ്ഞായിരുന്നു പിന്നെ മോക്കെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നാൽ വൈകിട്ട് വരെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ലെൻസിന്റെ കറുപ്പ്. അപ്പൊ അവക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അവർക്ക് അവിടെ ചേട്ടിമാരും നടുവിനാണ് ക്യാൻസർ മാറി. ടെസ്റ്റ് ചെയ്തപ്പോ ലെൻസിന് ഒരു കറുപ്പുണ്ടായിരുന്നു പറഞ്ഞു. ക്യാൻസർ മാറിയെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അന്റെ ലെൻസിന് ഒരു കറുപ്പ് പറഞ്ഞ റേഡിയേഷൻ 3 പ്രാവശ്യം ചെയ്യണം, 3 മാസം ചെയ്യണം, സംഗീത പേടിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അപ്പൻ അവളെ കയ്യെ പിടിച്ച് ഉയർത്തും, അവർക്ക് അങ്ങനെ വരില്ല എന്ന് പറഞ്ഞത്. അവിടെ 2 കുഞ്ഞു പിള്ളേർ, അവർക്ക് ഭയങ്കര സങ്കടം. ലങ്സിലെ ക്യാൻസർ മാറിയോ? ലെൻസിൽ ക്യാൻസർ ഉണ്ടായില്ല, പാടുണ്ടായുള്ളൂ. നട്ടലിന്റെ ക്യാൻസർ മാറി. ലങ്സിലെ ക്യാൻസർ അല്ല, അതൊരു പാടായിരുന്നു. ചിലർക്ക് ജന്മനാൽ അങ്ങനെ ഉണ്ടാവുന്നവരും. അത് കുത്തിയെടുത്തപ്പോ അവര് പറഞ്ഞു പ്രശ്നമൊന്നുമില്ലാന്ന് പറഞ്ഞു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇത് അടുത്തും ജീവൻ നൽകിയ സാക്ഷിയോ. ഇവർക്ക് ഇദ്ദേഹത്തിന്റെ മരുമകൾക്ക് ക്യാൻസർ ആണ് നട്ടലില്, പക്ഷേ കർത്താവ് അവരെ സൗഖ്യമാക്കി. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക്. യേശുവെ എന്ന് ഉറക്കെ വിളിക്കാം. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് 1.5 വർഷം കൊണ്ട് മാറിയെന്ന് എല്ലാവരും പറഞ്ഞു. കർത്താവ് ചെയ്ത അത്ഭുതത്തിനൊന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒരു നല്ല ആമേൻ പറഞ്ഞേ.
ഐ മീൻ അടുത്തത് കാസർഗോഡ് നിന്നും ജോയ് എന്ന പേരുള്ള ബ്രദറാണ് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ ബ്രദർ പറയുന്നത് തൻ്റെ മദ്യപാനശീലം മാറി, അതേപോലെ തന്നെ 3-ാം വയസ്സിൽ തന്നെ വിട്ടേച്ചു പോയ അച്ഛൻ ചർച്ചിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, അതായത് 28 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നാണ് പറയുന്നത്. ഐ മീൻ ആ കുടുംബത്തിന് നഷ്ടമായ തൻ്റെ അച്ഛനെ കർത്താവ് തിരികെ കൊടുക്കുവാനിടയായി. പിശാച് ചിലത് കവർന്നതാണ്, ചിലതിനെ വീട്ടിൽ നിന്ന് ഇല്ലാതാക്കിയതാണ്, മദ്യപാനത്താൽ ചിലതിനെ നശിപ്പിക്കാൻ നോക്കിയതാണ്. കർത്താവ് അതിനെയെല്ലാം റീസ്റ്റോർ ചെയ്തു. ഇതേപോലെ ഐ മീൻ നഷ്ടമായി എന്ന് പറയുന്നവർ, അല്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്നു എന്ന് പറയുന്നവർ, ഈ സാക്ഷ്യം കാണുന്നതിനോടൊപ്പം തന്നെ ഐ മീൻ കർത്താവിൻ്റെ അത്ഭുതത്തിനായി ആഗ്രഹിച്ചാട്ടെ. നിങ്ങൾ ഇന്നൊരു അത്ഭുതം കാണുവാനിടയാകും. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. എൻ്റെ പേര് ജോയ് ഗ്രാസ്ത. കാസർഗോഡ് ജില്ലയിലെ ഉക്കിനടുക്ക സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്നു. ഓക്കെ, കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നേ? ഓക്കെ, കാസർഗോഡ് ചർച്ചിലാണ് വരുന്നത്. ചർച്ചിൽ വരുന്നത്. ഓക്കെ, 10 മാസം മുമ്പ് അവൻ്റെ ബന്ധു നമുക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര മദ്യപാനം, ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചേർക്കണമെന്ന് എനിക്ക് ഫോൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അവരെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം. ഞാനും പവിത്ര ബദർ, രാജേഷ് ബദർ പോയിട്ട് പ്രാർത്ഥിച്ചു. ഇവന് ചർച്ചിലേക്ക് വരാൻ പറഞ്ഞു. അതിൻ്റെ ശേഷം ചർച്ചിലേക്ക് അവൻ വന്നു. കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട് 10 മാസം. ഇപ്പോൾ 10 മാസം തൊട്ട് അവന് മദ്യപാനം നിർത്തി. നിങ്ങൾ ആരും പ്രാർത്ഥിച്ചല്ലത് കാസർഗോഡ് ചർച്ചിൽ തനിയെ പോയി അവിടുത്തെ ലീഡേഴ്സ് പോയി പ്രാർത്ഥിച്ചതാ. നിങ്ങൾ പോയി പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞു. കാസർഗോഡ് ചർച്ചിലുണ്ടായ അത്ഭുതമാണ്. ഒന്ന് ചുണയായിട്ട് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞു. 10 മാസമായിട്ട് ഈ യൗവനക്കാരൻ കുടിക്കുന്നില്ല. ആമേൻ, വലിയ കാര്യം, വലിയ കാര്യം. രണ്ടാമത്തെ സാക്ഷ്യം, 28 വർഷ ശേഷം അവൻ്റെ അച്ഛൻ തിരിച്ചു വന്നു. 28 വർഷത്തിന് ശേഷം അവൻ്റെ അച്ഛൻ തിരിച്ചു വന്നു. ഇവന് 3 വർഷം ഉണ്ട് അമ്മ വിട്ടിട്ട് പോയതാ. ഓക്കെ, ഇപ്പോൾ 28 ശേഷം ഇവൻ്റെ ബർത്ത്ഡേ നിന്ന് അവൻ തിരിച്ചു വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇവൻ ചർച്ചിലേക്ക് വന്നിട്ട് ഒരാഴ്ച ശേഷമാണ് അവൻ്റെ അച്ഛന് വന്നത്. ഭയങ്കരമായി പോലോട് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 28 വർഷമായിട്ട് കാണാത്ത അച്ഛൻ തിരിച്ചു വന്നു. ഓ ഭയങ്കര. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുത്തേ. എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുത്തു. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ഓ അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, ഓ യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ആ കൈകളൊന്നും അടിച്ചിട്ട്. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. മോനെ താമസിയാതെ മോൻ ഞങ്ങളുടെ കൂടെ ശുശ്രൂഷ നിൽക്കണം. അനേകം മദ്യപിക്കുന്ന യൗവനക്കാരെ നമുക്ക് രക്ഷിക്കണം. ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണം. കർത്താവേ, ഈ മോനെ നിറച്ചതിനായി നന്ദിയാക്കാം. ഈ മോന്റെ മേൽ പകർന്ന നന്ദിക്കായി നന്ദിയാക്കാം. സന്തോഷമെടുക്കാം. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാവുന്നു. ഐ മീൻ ഈ ദൈവം എന്നോടൊപ്പമുണ്ട്. അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അവൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാനായി കഴിയും. ഐ മീൻ നിങ്ങളുടെ വീട്ടിൽ അവൻ വസിക്കുന്നു. ഐ മീൻ നിങ്ങളോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആരൊക്കെ ആ കർത്താവിനെ ആഗ്രഹിക്കുന്നുണ്ട്? ഐ മീൻ ആഗ്രഹിക്കുന്ന ആരാണോ അവരുടെ മേൽ ആ ദൈവശക്തി വരാനിടയാകും. നഷ്ടമായതിനെ തിരിച്ചു കൊണ്ടുവരും. ഐ മീൻ തകർത്ത് കളഞ്ഞതിനെ പണിയുവാനിടയാകും. ഇല്ലാതായതിനെ ഉളവാക്കുവാനിടയാകും. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ ഇല്ലാതായിപ്പോയത്, അല്ല അതിനെ മടങ്ങി വരത്തില്ല എന്ന് പറയുന്നത്, ഒരു ജീവിതം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നത്, ആ മേഖലയിലെല്ലാം കർത്താവിൻ്റെ കരത്തിനായി ഐ മീൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും നിൻ്റെ കൃപ ചലിക്കണമപ്പാ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ. ഐ മീൻ എനിക്കൊരു കുടുംബത്തെ കാണാം. അവർ ഒരു ബിൽഡിങ് പണിഞ്ഞു. അത് വീടാണോ കടയാണോ എന്നറിയത്തില്ല. പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. വളരെ വലിയ ബാധ്യതയിലേക്ക്, ലോണുകളിലേക്ക്, ഐ മീൻ നാട്ടിൽ നിൽക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലുള്ള കടത്തിലേക്ക് ആ കുടുംബം വന്നിരിക്കുകയാണ്. ഐ മീൻ എവിടെയാണോ ഐ മീൻ തെറ്റിപ്പോയത്, അല്ലെങ്കിൽ ഇടറിപ്പോയത്, നഷ്ടമായത്,
അവിടെ കർത്താവ് നിങ്ങളെ പണിയുകയാണ്. ആമീൻ. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. യേശുവിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഈ കുടുംബത്തെ പണിയുന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അവർ ഇല്ലാതായി പോയിടത്തു നിന്നും അപ്പാ അവരെ പണിതാട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ ലോണുകൾ ക്ലോസ് ആകട്ടെ, ആ സാമ്പത്തിക ബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിലപ്പാ, യേശുവിൻ്റെ നാമത്തിലപ്പാ അവിടുന്ന് ചെയ്യുന്നോർത്ത് നന്ദി പറയുന്നു. ആമീൻ. അതോടൊപ്പം തന്നെ കർത്താവ് കാണിക്കുകയാണ്, ഫ്രൂട്ട്സ് കഴിച്ചതിനെ തുടർന്ന് അലർജി ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. എൻ്റെ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും അവിടുത്തെ കൃപ ചലിക്കണം അപ്പാ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി ഉണ്ടാകണം. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. വലിയ കൃപയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളോടൊപ്പം ഉണ്ട്. ഗോഡ് ബ്ലെസ് യു.